ഹലോ, ഗുഡ് മോർണിംഗ്. അപ്പോൾ എഡ്വിൻ വൈബ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇന്ന് തിരക്കാണ് നമ്മുടെ സ്ക്രീനിൽ ഒന്ന് കൊള്ളാൻ കേട്ടോ. ഇന്നുണ്ടോ ഇന്ന് കുറച്ച് ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്ന് വെച്ചാൽ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞുള്ള പരിപാടി കേട്ടോ. അപ്പോൾ മാറ്റണം. ഇത് കുറച്ച് പാവയ്ക്ക കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാട്ടുപാവയ്ക്ക പോലത്തെ വെച്ചാൽ അങ്ങനത്തെ പറയാൻ പറ്റില്ല. അതാണ്ടോ ഇത്ര വലുത് കാട്ടുപാവയ്ക്ക ഇതിലും ചെറുതല്ലേ. അപ്പോൾ ഇതൊന്ന് പറ്റിച്ച് ഉണക്കാൻ വേണ്ടി കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊന്ന് അരിയുവാണ്. അപ്പോൾ അത് എല്ലാവരും കൂടെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി രണ്ടുപേരും ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെ നൈസായിട്ട് കായൊന്നും കളയണില്ല കേട്ടോ. കളയാണ്ടിരുന്ന ഇത് കട്ട് ചെയ്തെടുക്കാൻ ഭയങ്കര പാടാണ്. എന്നാലും കായൊന്നും കളയാണ്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിനങ്ങനെ ഒത്തിരി കയ്പൊന്നും ഇല്ല കേട്ടോ, ചെറിയ രീതിയിൽ. ഞാനിത് അരിഞ്ഞിട്ടൊന്ന് പതിയെ ഒന്ന് ആവി കയറ്റിയെടുക്കും. അങ്ങനെയാണ്, ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. അപ്പൊ ഇതെല്ലാം ഒരേ കനത്തിന് അരിഞ്ഞെടുത്തില്ലെങ്കിൽ ഉണക്ക് ശരിയാവില്ല കേട്ടോ. എല്ലാവർക്കും സുഖമാണോ? ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടാറില്ലേ? അപ്പൊ ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പലരും മറന്നു പോകാൻ തോന്നുന്നു ആ കാര്യം. എല്ലാം വീഡിയോ ഒക്കെ കണ്ടു വരുമ്പോഴത്തേക്കും സപ്പോർട്ട് ചെയ്യണ കാര്യം, സബ്സ്ക്രൈബ് ചെയ്യണ കാര്യം. അപ്പം അതാരും മറക്കാണ്ട് ആദ്യം തന്നെ അതങ്ങ് ചെയ്തിട്ട് വീഡിയോ കണ്ടു തുടങ്ങിയാൽ കേട്ടോ. കുറച്ച് ഉണ്ടോ ഇത് പഴുത്തതാ. അപ്പം ഇതിൻ്റെ കായ അങ്ങ് എടുത്തു വെക്കാമല്ലോ. ഇന്ന് എഡ്വിനൊക്കെ അവധി കേട്ടോ. എന്നാ എഡ്വിനെ അവധി അറിയാമോ? മകരവിളക്കിൻ്റെ ഒക്കെ അവധി ആയതുകൊണ്ട് അതാണ്. പഴയതിൻ്റെ വിത്തൊക്കെ കയ്യെ കത്തി കൊള്ളുന്നേ. കത്തി കൊള്ളു. അപ്പം ഞാൻ 2 സവോളയും 2 പാവയ്ക്കയും ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് തോരന് വേണ്ടിയാണ്. പാവയ്ക്കയും സവോളയും ചെമ്മീനും കൂടെ തോരൻ വെക്കാനാട്ടോ. സവോള അങ്ങ് അരിഞ്ഞെടുക്കുക. സവോള ഒത്തിരി കട്ടിയിലൊന്നും അരിയണ്ട, ഇച്ചിരി നൈസായിട്ട് അരിഞ്ഞാൽ മതി കേട്ടോ. സവോള കൂടുതലുള്ളതാണ് നല്ലത്. ഞാനതുകൊണ്ടൊരു ചെറിയ സവോള കേട്ടോ, ചെറുതായതുകൊണ്ട് 2 എടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരെണ്ണം ഫുള്ള് മതി. ഇത്രയുള്ള തക്കാളി എടുത്തിട്ടുണ്ട്, പക്ഷേ ഇത് ഫുള്ള് വേണ്ട കേട്ടോ. ഇതിൻ്റെ പകുതി മതി, ഒരു ചെറിയ പുളിക്ക്. ഞാൻ ഈ തോരൻ അങ്ങനെ വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ വെച്ചിട്ടില്ല, വീട്ടിൽ പോയി കഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആട്ടോ. ചെമ്മീൻ കുട്ടികളെ കറിയല്ലേ എനിക്കിഷ്ടം. എല്ലാവർക്കും എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമാണോ? ഇങ്ങനെ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ സാധാരണ പാവയ്ക്ക തനിയെ വെക്കുമ്പോൾ കയ്പൊക്കെ അല്ലേ, തോരൻ വെക്കുമ്പോഴൊക്കെ. ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ആട്ടോ. ചെമ്മീനിൻ്റെ കൂടെ അങ്ങനെ കയ്പൊന്നുമില്ല. ചെമ്മീൻ തന്നെ കൂട്ടില്ലാത്തവർക്കാണെങ്കിൽ അതൊരു നല്ല കറിയായിരിക്കും. ചെറിയ പാവയ്ക്ക ആയതുകൊണ്ടാണ് കേട്ടോ 2 എടുത്തേക്കണം. അല്ലെങ്കിൽ ഒരെണ്ണം മതി. ഇതിൻ്റെ അകത്തെ ആദ്യം നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാക്കാം. അതിന് ഉണക്കാൻ നേരത്തെ കുരു ഒന്നും കളഞ്ഞില്ല അല്ലേ. ഇതിൻ്റെ കുരുവൊക്കെ ഒന്ന് എടുത്ത് കളയണം കേട്ടോ. ചെറുതായതുകൊണ്ട് കീറി എടുക്കാൻ ഉണ്ടോ. പാവയ്ക്ക ജസ്റ്റ് കനം കുറച്ച് നീട്ടത്തിലാട്ടോ അരിയണേ. ഇച്ചിരി കട്ടി കുറച്ചങ്ങ് അരിഞ്ഞാൽ മതിയേ. ഉണ്ടോ. അതിനിടയ്ക്ക് നമ്മുടെ പാവയ്ക്കൊക്കെ അതെ നന്നായിട്ട് ഒന്ന് ആവി കയറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെയിലത്ത് വെക്കണം. ഞാനെല്ലാം ഒരു പാത്രത്തിലാണ് ഇന്ന് അരിഞ്ഞെടുത്തേക്കണേ കേട്ടോ. നമ്മൾ തീയലൊക്കെ വയ്ക്കാൻ നേരത്ത് പാവയ്ക്ക അരിയില്ലേ, അതുമാതിരി അങ്ങ് അരിഞ്ഞാൽ മതി കേട്ടോ. തീരെ നൈസാവണമെന്നൊന്നും ഇല്ല, ഈ ഒരു രീതിയിൽ. അപ്പം അത് ഞാനിവിടെ ഒരു മുറം വെച്ചിട്ടുണ്ട്. മുറത്തിലൊരു പേപ്പറൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ പാവയ്ക്ക അങ്ങ് ഇടുക കേട്ടോ.
നന്നായിട്ട് ആവി കയറിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടാണ് ആവി കയറ്റാൻ വെച്ചത്. അപ്പോൾ അതേ നമ്മുടെ പാവയ്ക്ക് ഇത്ര ഉണ്ട് കേട്ടോ. ഇപ്പോൾ ഒത്തിരി ഉണ്ടെന്ന് തോന്നും, പക്ഷേ ഉണങ്ങി വരുമ്പോൾ തീരെ ഇത്തിരി ആയിട്ടേ കാണുള്ളൂ. ഞാൻ ഈ കുറച്ച് സാധനങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ. ഉപ്പ് ഓൾറെഡി ചേർത്ത, അതുകൊണ്ട് കുറച്ച് ഉപ്പ്, ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി. എന്നാൽ പിന്നെ നമുക്കിത് ഫ്രൈ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതിയല്ലോ. അതുകൊണ്ട് എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് ഞാനങ്ങ് ആക്കി കൊടുക്കണേ കേട്ടോ. കുറച്ച് മുളക് പൊടി, ഒത്തിരി മുളക് പൊടി ആക്കിയ പിള്ളേരൊന്നും കഴിക്കില്ല. ഇതൊന്ന് ഒത്തിരി ആക്കി ഇതങ്ങ് ഉടഞ്ഞു പോവും. ഒത്തിരി ആക്കല്ല, ജസ്റ്റ് ഒന്ന്. വാർക്കപ്പൊക്കത്തിൽ കൊണ്ടുവയ്ക്കാം. ഇത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. എണ്ണ മൂപ്പിച്ചു, കടുക് ഇട്ട് കൊടുത്തു. കടുക് ഒന്ന് പൊട്ടി തീരുമ്പോഴത്തേക്കിന്റെ സവാള ഇട്ടു. എന്ന് പെട്ടെന്ന് ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കും കേട്ടോ. ഇത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കണം പാവയ്ക്കയും കൂടെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. എന്നിട്ടാണ് പൊടികൾ ഇടേണ്ടത് കേട്ടോ. ആവശ്യത്തിന് നമ്മുടെ പാവയ്ക്ക് വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഇനി പൊടികളൊന്ന് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് മുളക് പൊടി ചേർത്തു, മഞ്ഞൾപ്പൊടി, ഇത് രണ്ടുമാണ് ഞാൻ ചേർക്കണോളേ. പച്ചമുളകാണെങ്കിലും ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു. ഞാൻ പിള്ളേർക്കൊക്കെ വേണമല്ലോ എന്ന് കരുതിയാണ്. മുളകെ പിടിച്ച് കടിച്ചാൽ പിന്നെ പിള്ളേർ കഴിക്കില്ലല്ലോ. അതുകൊണ്ട് പച്ചമുളക് വേണ്ടവർക്ക് പച്ചമുളക് ഇട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. ഇനി ഇത് കണ്ടോ, പൊടികളുടെയൊക്കെ പച്ച സ്മെല്ലൊക്കെ ഒന്ന് മാറി നമ്മുടെ ബാലൻസ് തക്കാളി ഇട്ട് കൊടുക്കുവാണ്. ഒത്തിരി അങ്ങ് ഉടഞ്ഞൊന്നും പോകണ്ട കേട്ടോ തക്കാളി, ജസ്റ്റ് അങ്ങ് ഇതായാൽ മതി. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ചെമ്മീൻ ഇട്ട് കൊടുക്കും. എനിക്ക് ചെമ്മീൻ മുഴുവനായിട്ട് കിടക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് നമ്മുടെ അരകല്ലെ വെച്ച് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് കേട്ടോ. ഒത്തിരി പൊടിയായി പോയാലും കൊള്ളില്ല കേട്ടോ, തീരെ പൊടിയായാൽ ഒട്ടും കൊള്ളില്ല. അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി ആവി കയറ്റണം. നല്ല സ്മെല്ലൊക്കെ വന്നു തുടങ്ങിയിട്ട് ആ പാവയ്ക്കയുടെയും തക്കാളിയുടെയും പിന്നെ ചെമ്മീനിൻ്റെയും കൂടെ കൂടണ സ്മെല്ല്. ഞാൻ എല്ലാത്തിനും കൂടെ ആവശ്യത്തിന് ഉപ്പ് അങ്ങിട്ട് കൊടുക്കും. ആദ്യം സവോളയ്ക്ക് മാത്രമാവുന്നു ഇട്ട് കൊടുത്തോളൂ. ഇനി ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ഉണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ തേങ്ങ, ഒരു 1.5 സ്പൂൺ തേങ്ങയായിട്ടോ ഞാൻ ഇട്ട് കൊടുക്കും. അപ്പം നമ്മുടെ കറി ഏറെക്കുറെ ഓക്കെ ആയിട്ടുണ്ട്. ഈ ജസ്റ്റ് ഒന്ന് ഒരു 5 മിനിറ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ഇളക്കി മൂടി വെച്ച് ഒതുക്കി വെച്ച് ഒന്ന് ആവി കയറ്റണം കേട്ടോ. ഉണ്ടോ? അപ്പോൾ നമ്മുടെ കറിയൊക്കെ സൂപ്പറായിട്ടുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ അറിയാൻ മേലെ നല്ല ഫ്രൈ ആയി. ടേസ്റ്റ് നോക്കട്ടെ കേട്ടോ. പാകത്തിന് ഉപ്പുണ്ട്, നല്ല പുളിയുണ്ട്, പാവയ്ക്കയുടെ ചെറിയൊരു കയ്പുണ്ട്, എല്ലാം കൂടെ സൂപ്പർ. ഈ കറി ഇഷ്ടപ്പെട്ടവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇഷ്ടപ്പെട്ടവരൊന്ന് ട്രൈ ചെയ്യുക നിങ്ങൾ ചെയ്യണം കേട്ടോ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ സവോളയുടെയും ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും അതുപോലെ തന്നെ മുട്ടയുടെയും ഒക്കെ തോട് ഉണക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇന്ന് അതൊന്ന് പൊടിച്ചിട്ട് ചെടിക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത്ര ക്വാണ്ടിറ്റി ഒക്കെ ഈ മുട്ടയുടെ തൊണ്ടൊക്കെ തന്നെ നമ്മുടെ ജാറി പൊടിക്കുവാണെങ്കിൽ നമ്മുടെ ജാറിൻ്റെ മൂർച്ചയും കൂടി കിട്ടും. നമുക്ക് ചെടിക്കൊക്കെ ഇട്ട് കൊടുക്കുകയും ചെയ്യാം കേട്ടോ. കണ്ടോ? അപ്പോൾ ഇതുണ്ട്, ഈ കപ്പിന് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ഇതാ ഉണ്ടോ? അപ്പോൾ അത് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇത്തിരി മണ്ണിലങ്ങ് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടൊന്നും മണ്ണൊക്കെ ഒന്ന് ഒരു കമ്പെടുത്തൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. മറ്റൊരു രീതി ചെയ്യാവുന്നത്, നമ്മുടെ ചെടിയൊക്കെ നടുമ്പോൾ നമ്മുടെ പോട്ടി മിക്സ് ഒക്കെ ആഡ് ചെയ്യുമ്പോൾ അതിലേക്ക് ഈ മിക്സ് കുറച്ചങ്ങ് ഇട്ട് കൊടുത്ത് മണ്ണും കൂടെ കൂടി എല്ലാം കൂടെ കൂടി അങ്ങ് മിക്സ് ചെയ്തിട്ട് ഇതിൽ ഈ മണ്ണെടുത്ത് നടുവാണെങ്കിൽ അത് നല്ല കേട്ടോ. പക്ഷേ നമ്മുടെ ബോൾസ് പോലെയുള്ള ചെടികൾക്ക് ഇത് ഇട്ട് കൊടുക്കരുത്. അല്ലാത്ത വെജിറ്റബിൾസിനും പ്ലാന്റ്സൊക്കെ നടുമ്പോൾ ഇതിടുവാണെങ്കിൽ നല്ല സ്യൂട്ടാട്ടോ. ഞാൻ ഈ പറഞ്ഞ രീതിയിൽ നടുവാണെങ്കിൽ നമ്മുടെ പുതിയ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടായി വരുമ്പോൾ നല്ല എനർജറ്റിക്കായിട്ട് കയറി വരാനുള്ള വളമൊക്കെ ഇതിലുണ്ട് കേട്ടോ. ഇപ്പോൾ വലിയ ചെടികൾക്കൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ റോസിനും അതുപോലെ മറ്റ് വെജിറ്റബിൾസിനും പ്ലാന്റ്സിനൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിട്ട് പൂ പിടിക്കാനും കായ പിടിക്കാനും ഒക്കെ റോസിൻ്റെ ഒക്കെ പൂവിന് നല്ല കളറായിരിക്കും. അതുകൊണ്ട് എല്ലാ ഫ്ലവറിനും നല്ല കളർഫുൾ ആയിട്ടുള്ള പൂവൊക്കെ ഉണ്ടാവും കേട്ടോ. നല്ല ചീനിക്കൊക്കെ ഇട്ട് കൊടുത്താൽ നന്നായിട്ട് മുളക് പിടിക്കാനും പൂ പിടിക്കാനും മറ്റ് വഴുതന അങ്ങനെയുള്ള എല്ലാ ഞാൻ എല്ലാത്തിനും ഇട്ട് കാണിച്ചു തരണം കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഡൗട്ട് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ ചെയ്യണേ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻറ്റ്സ് അറിയിക്കണേ.